നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജനവിധിക്ക് കാഹളം. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിമുഴക്കം. ഇലക്ഷൻ തീയതികൾ പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. രാഷ്ട്രീയ നാടകങ്ങൾ മുറുകുന്ന ഉത്തർപ്രദേശിന് പുറമെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പഞ്ചാബ്, ഗോവ, മണിപ്പൂർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ. അതിനിടെ 2024 മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ഒരുക്കവുമായി കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുക സർവകക്ഷി യോഗത്തിലും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലും ചർച്ച ചെയ്ത ശേഷം. ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും നിശ്ചിത കാലാവധി ഏർപ്പെടുത്തുന്നതിനാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നാൽ അത് അവശേഷിക്കുന്ന കാലയളവിലേക്ക് മാത്രമാകും. 2018 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുതൽ നിയമസഭകളുടെ കാലാവധി 6 വർഷമായി ദീർഘിപ്പിക്കാനും നിർദ്ദേശം. പിണക്കത്തോടെ പുറത്ത്. ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഇല്ലാതെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ ഒടുവിൽ കോൺഗ്രസ് തീരുമാനം. തന്നെ പ്രതീക്ഷിക്കേണ്ടെന്നും മറ്റു നേതാക്കൾ പങ്കെടുക്കുമെന്നും ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ കാത്തിരിപ്പ് കൊണ്ട് കാര്യമില്ലെന്ന നിലപാടിൽ സുധീരനും രമേശും. രാഷ്ട്രീയകാര്യ സമിതിക്ക് മുമ്പേ 10-ാം തീയതി ചേരുന്ന പുതിയ DCC പ്രസിഡന്റുമാരുടെ യോഗത്തിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല. ഇന്നലെ UDF യോഗത്തിന് മുമ്പ് സുധീരനും രമേശും നടത്തിയ അവസാനഘട്ട അനുരഞ്ജന ശ്രമവും വിഫലം. തീയതി പ്രഖ്യാപിച്ച് യോഗം നടത്തുക എന്ന് ഹൈക്കമാൻഡും. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേതൃപദവികൾ ഒഴിഞ്ഞ തനിക്കുള്ള അതേ ഉത്തരവാദിത്വം KPCC അധ്യക്ഷനുമുണ്ടെന്ന കടുത്ത നിലപാടിൽ ഉമ്മൻചാണ്ടി. DCC പുനഃസംഘടനയിൽ A ഗ്രൂപ്പിന് മതിയായ പ്രാതിനിധ്യം ലഭിക്കാഞ്ഞതിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലും മാറ്റമില്ല. തട്ടിമുട്ടി ശമ്പളക്കാര്യം. ചോദിച്ച തുക ബാങ്കുകളിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശമ്പള പെൻഷൻ വിതരണം തട്ടിമുട്ടി. ഇന്നലത്തെ ആവശ്യത്തിന് 270 കോടി രൂപ ചോദിച്ചപ്പോൾ കിട്ടിയത് 177 കോടി മാത്രം. പ്രതിസന്ധി ഒഴിവാക്കിയത് ട്രഷറികളിലെ നീക്കിയിരിപ്പ് ഉപയോഗിച്ചെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പെൻഷൻ വിതരണത്തിൽ ഈ ആഴ്ച കാര്യമായ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിൽ ധനവകുപ്പ്. തടസ്സം കൂടാതെ ശമ്പള പെൻഷൻ വിതരണത്തിന് ഇന്നത്തേക്ക് വേണ്ടത് 200 കോടി. ഈ ആഴ്ച പരമാവധി തുക നൽകാമെന്ന് ബാങ്കുകൾ ഉറപ്പു നൽകിയതായും ധനകാര്യമന്ത്രി. അതേസമയം ബാങ്കുകൾ കറൻസിയുടെ 40% ഗ്രാമീണ മേഖലയിലെ ശാഖകൾക്ക് നൽകണമെന്ന ഉത്തരവുമായി റിസർവ് ബാങ്ക്. പണം നൽകുമ്പോൾ 500ന്റെ നോട്ടുകളും അതിൽ താഴെ മൂല്യമുള്ള കറൻസികളും നൽകാൻ ശ്രമിക്കണം. പോസ്റ്റ് ഓഫീസുകളിലും പണം എത്തിക്കാൻ നിർദ്ദേശം. അടിയും അനുനയവും. കലഹം രൂക്ഷമായ സമാജ്വാദിയിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിനായി മുലായം അഖിലേഷ് തർക്കം മുറുകുമ്പോഴും മറുവശത്ത് അനുനയ നീക്കം തകൃതി. ചിഹ്നത്തിന് അവകാശവാദവുമായി ഇരുപക്ഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച സാഹചര്യത്തിൽ മന്ത്രി അസം ഖാന്റെ നേതൃത്വത്തിൽ അനുനയ ശ്രമം. ഇന്നലെ മുലായം സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപാധികൾ മുന്നോട്ട് വെച്ച അഖിലേഷ്. ശിവപാൽ യാദവിന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയിലേക്ക് മാറ്റിയാൽ സമവായത്തിന് തയ്യാറെന്ന പ്രഖ്യാപനം. പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനം അച്ഛന് തിരികെ നൽകണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണ അധികാരം വേണമെന്നും ഉപാധി. പാർട്ടിയിലെ പിളർപ്പ് BJPക്കോ BSPക്കോ അനുകൂല സാഹചര്യം ഒരുക്കുന്നത് തടയാനും സൈക്കിൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനും അച്ഛനും മകനും തമ്മിൽ ഒത്തുതീർപ്പ് അനിവാര്യം. നാളെ ചേരാൻ മുലായം വിളിച്ചിരുന്ന പാർട്ടി കൺവെൻഷൻ മാറ്റിവെച്ചത് സമവായ ശ്രമങ്ങളുടെ ഭാഗമെന്നും നിഗമനം. കേഹാർ ചുമതലയേറ്റു. ഇന്ത്യയുടെ 44ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ് ജഗദീഷ് സിംഗ് കേഹാർ. TS ഠാക്കൂർ വിരമിച്ച ഒഴിവിൽ സ്ഥാനമേറ്റ കേഹാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ സിഖ് വംശജനാണ്. 64കാരനായ കേഹാറിന്റെ കാലാവധി ആഗസ്റ്റിൽ അവസാനിക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം കാണാം. നമസ്കാരം.